ജനവിധിയെ മാനിക്കുന്നു. ഇടതുപക്ഷം പ്രതീക്ഷിക്കാത്ത തിരിച്ചടിയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായത്. തിരിച്ചടിക്ക് കാരണം എന്തൊക്കെയാണ് എന്നുള്ളത് വിശദമായി പാർട്ടിയും LDFും പരിശോധിക്കും. തിരുത്തേണ്ട കാര്യങ്ങളുണ്ടെങ്കിൽ തിരുത്തും. ജനങ്ങളെ കൂടുതൽ സേവിക്കാനും ജനകീയ പ്രശ്നങ്ങൾ ഏറ്റെടുക്കാനും അതോടൊപ്പം ജനങ്ങൾക്കൊപ്പം തന്നെ നിൽക്കാനും വേണ്ടിയിട്ട് CPIMും ഇടതുപക്ഷവും ശരിയായ ദിശയിലുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കും. കണ്ണൂരടക്കം കേരളത്തിലാകെയുണ്ടായ തിരിച്ചടി അത് നിസ്സാരമല്ല. പ്രതീക്ഷിക്കാത്ത തിരിച്ചടിയാണ് താനും. അതുകൊണ്ട് കണ്ണൂർ ഉൾപ്പെടെയുണ്ടായ പരാജയത്തെക്കുറിച്ച് പാർട്ടിയിൽ വിശദമായിട്ടുള്ളൊരു പരിശോധന നടത്തുകയും എന്തെങ്കിലും തെറ്റുകൾ പാർട്ടിക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ തിരുത്തേണ്ട വല്ല കാര്യങ്ങളുമുണ്ടെങ്കിൽ അത് തിരുത്തുകയും ചെയ്യും. അല്ല, അദ്ദേഹം ജയിച്ചല്ലോ. പയ്യന്നൂർ നിയമസഭാ മണ്ഡലത്തിലെ ഭൂരിപക്ഷം പോൾ ചെയ്ത വോട്ടർമാരിൽ ഭൂരിപക്ഷം പേരും അദ്ദേഹത്തിന് വോട്ട് ചെയ്തു. അദ്ദേഹം ജയിച്ചു. ആ ജനവിധിയെ മാനിക്കുന്നു. അതെ, TK ഗോവിന്ദൻ മാസ്റ്ററും V കുഞ്ഞികൃഷ്ണനും G സുധാകരനും അടക്കമുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ വഞ്ചിച്ചു പോയവർ UDFനോടൊപ്പം ചേർന്ന് മത്സരിക്കുകയും അവർ വിജയിക്കുകയും ചെയ്തിട്ടുണ്ട്. അവരടക്കമുള്ള UDFൻ്റെ വിജയത്തെക്കുറിച്ച് തീർച്ചയായും ജനങ്ങൾ അവർക്ക് വോട്ട് ചെയ്തു എന്നുള്ളത് ഞങ്ങൾ മനസ്സിലാക്കുന്നു. അവരുടെ വിജയത്തെ അവരടക്കമുള്ള UDFൻ്റെ വിജയിച്ചവരുടെ ജനവിധിയെ മാനിക്കുന്നു. ഈ ജനവിധിയെ മാനിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്തെങ്കിലും ഇടതുപക്ഷം തിരുത്തേണ്ടതുണ്ടെങ്കിൽ ജനങ്ങളിൽ നിന്ന് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്തതിന് ശേഷം തിരുത്തേണ്ടതുണ്ടെങ്കിൽ തിരുത്തുക തന്നെ ചെയ്യും. അല്ല, അത് ഏതെങ്കിലും ഒരു മണ്ഡലത്തിൻ്റെ മാത്രം പ്രശ്നമല്ല ഈ തെരഞ്ഞെടുപ്പിൽ കാണാൻ കഴിഞ്ഞത്. 140 നിയമസഭാ മണ്ഡലങ്ങളിലും ഇടതുപക്ഷം വിജയിച്ച മണ്ഡലങ്ങളിൽ ഉൾപ്പെടെ പ്രതീക്ഷിച്ച വോട്ട് ഇടതുപക്ഷത്തിന് കിട്ടിയിട്ടില്ല. ഇടതുപക്ഷം ഇതിനേക്കാൾ കൂടുതൽ സീറ്റുകൾ ജയിക്കുമെന്നായിരുന്നു പ്രതീക്ഷിച്ചത്. അതെല്ലാം എന്തുകൊണ്ട് പരാജയപ്പെട്ടു എന്നതിനെക്കുറിച്ച് തൃക്കരിപ്പൂർ ഉൾപ്പെടെ എല്ലാ മണ്ഡലങ്ങളുടെ കാര്യത്തിലും പാർട്ടിയും LDFും വിശദമായ പരിശോധന നടത്തും.